മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെ വെല്ലുവിളി ഉയർത്തി SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. SDPI ജില്ലാ കമ്മിറ്റി അംഗം KM അഷ്റഫാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDFനെ പിന്തുണച്ച SDPI നേതൃത്വത്തിന് 10,000-ന് മുകളിൽ വോട്ടുകളുണ്ട്. 745 വോട്ടുകൾക്കായിരുന്നു നിലവിലെ MLA KM അഷ്റഫിൻ്റെ ജയം. വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നു. അനൂപ്, കഴിഞ്ഞ തവണത്തെ ട്രെൻഡല്ല ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പോൾ സാഹചര്യത്തിൽ SDPIക്ക് അവിടെ വേരോട്ടമുണ്ടോ? അത് UDFനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയാണ് SDPI മഞ്ചേശ്വരത്ത് കളത്തിലിറങ്ങി എന്നത്. മണിക്കൂറുകൾക്ക് മുൻപാണ് SDPI നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. SDPIയുടെ ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് ബഡാജയാണ് അവിടെ സ്ഥാനാർത്ഥി. അഷ്റഫ് ബഡാജെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ KM അഷ്റഫ് എന്നാണ്. അതായത് നിലവിലെ MLA വീണ്ടും UDFിലെ മുസ്ലിം ലീഗിലെ KM അഷ്റഫ് മത്സരിക്കുമ്പോൾ ആ KM അഷ്റഫിനെ മുട്ടുകുത്തിക്കുവാൻ KM അഷ്റഫ് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KM അഷ്റഫിന് SDPI മണ്ഡലത്തിൽ പിന്തുണ കൊടുത്തു. ആ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം കഷ്ടിച്ച് 745 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അന്ന് മത്സരിച്ച BJPയിലെ നിലവിൽ ഇപ്പോൾ മത്സര രംഗത്തുള്ള സുരേന്ദ്രൻ, മുൻ അധ്യക്ഷൻ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത്. കേവലം 745 വോട്ടുകൾക്ക് സുരേന്ദ്രൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അന്ന് SDPIയുടെ പിന്തുണയുണ്ട്. 10,000-ൽ പരം വോട്ടുകൾ SDPIക്ക് മണ്ഡലത്തിൽ ഉണ്ട് എന്നതാണ് കാര്യങ്ങളെ ഗൗരവതരമാക്കുന്നത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ 2 വാർഡുകളിൽ SDPIക്ക് മെമ്പർമാരുണ്ട്. കൂടാതെ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം കൂടാതെ കുമ്പള, പൈവളിക, വോർക്കാടി തുടങ്ങിയ മംഗൽപാടി തുടങ്ങിയ പഞ്ചായത്തുകളിലെല്ലാം തന്നെ SDPI സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചു. വളരെ കുറച്ച് വോട്ടുകൾക്ക് അവർ ലീഗിനോടും അതുപോലെ തന്നെ CPMനോടുമൊക്കെ പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും MLAയോട്, നിലവിലെ MLA KM അഷ്റഫിനോടുള്ള കടുത്ത വിയോജിപ്പ്, വികസന പ്രശ്നങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഇവിടെ SDPI നേതൃത്വം രംഗപ്രവേശം ചെയ്തത് BJPയുടെ വിജയത്തിന് വഴിയൊരുക്കുമെന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വലിയ സാധ്യതയാണ് ഇത്തവണ മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥി സുരേന്ദ്രനുള്ളത്. കാരണം 745 വോട്ടുകൾക്ക് അദ്ദേഹം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. അതിനു മുൻപ് 89 വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടു. വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയായി മാറിയിരുന്നു. ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടി കഴിയും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ SDPI നേതൃത്വം ഇവിടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി ഉണ്ടായത്. ഈ മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കുമ്പോൾ 38% വോട്ടുകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ചു. അതേസമയം 37.8% വോട്ട് 37.8% വോട്ട് BJP NDA സഖ്യത്തിനും അവിടെ ലഭിച്ചിട്ടുണ്ട്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന CPMന് 23% വോട്ടുകൾ മാത്രമാണുള്ളത്. ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ, UDF സ്ഥാനാർത്ഥി വിജയിക്കണമെങ്കിൽ അവിടെ മുൻകാലങ്ങളിലെല്ലാം പറഞ്ഞു കേൾക്കുന്നത് പോലെ CPMൽ നിന്നുള്ള ഒരു ക്രോസ് വോട്ടിംഗ് UDFന് നേരെ ഉണ്ടായാൽ മാത്രമേ അവിടെ UDFന് വിജയം സാധ്യമാകൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 745 വോട്ടിന് കഴിഞ്ഞവണ SDPI പിന്തുണയിൽ വിജയിച്ചയാൾക്ക് ഇത്തവണ ആ സ്ഥാനാർത്ഥിക്ക്, നിലവിലെ MLAക്ക് ഇത്തവണ SDPIയുടെ പിന്തുണയില്ലെന്ന വലിയ വാർത്തയാണ് രാജേഷ് പുറത്തു വരുന്നത്. അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.